നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊരട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ സ്വദേശി മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണനാണ് പിടിയിലായത്. പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരിയാണ് കണ്ടെത്തിയത്. കയ്പമംഗലത്ത് SFI ഏരിയ സെക്രട്ടറിക്കും പിതാവിനും മർദ്ദനമേറ്റു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി വടക്കൂട്ട് അശ്വിൻ, പിതാവ് സന്തോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഇരിഞ്ഞിപ്ര കമ്പനിപ്പടിക്ക് സമീപം തോട്ടിൽ വൃദ്ധന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ട്രൗസറും ഷർട്ടും ധരിച്ചിട്ടുള്ള ആൾക്ക് 60 വയസ്സ് പ്രായം തോന്നിക്കും. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. പരിസരത്തെ ചായക്കട നടത്തുന്നയാളാണ് മൃതദേഹം ആദ്യം കണ്ടത്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു. കനത്ത മഴയെ തുടർന്ന് ഉച്ചയോടെ സ്വരാജ് റൗണ്ടിൽ ബിനി ജംഗ്ഷനിലാണ് മരം വീണത്. 2 കാറുകൾക്ക് കേടുപാടുണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. മലയാളി ഉൾപ്പെടെ 20 പേരാണ് അവയവ കടത്തിന് ഇരയായത്. കൊടകര കുഴൽപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ അന്വേഷണം തുടരുകയാണെന്ന EDയുടെ മറുപടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കൊച്ചി പള്ളുരുത്തിയിൽ ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരുക്കേൽപ്പിച്ച 3 അംഗ ഗുണ്ടാ സംഘം അറസ്റ്റിൽ. പള്ളുരുത്തി സ്വദേശികളായ ഷാലൻ, ഓന്തിബിജു, ലൗജാൻ എന്നിവരാണ് പിടിയിലായത്. വെട്ടറ്റ പള്ളുരുത്തി സ്വദേശി വിപിൻ ജക്കബ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുന്നംകുളത്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. ആസാം സ്വദേശി പ്രകാശ് മണ്ഡലാണ് പിടിയിലായത്. പാറേമ്പാടത്ത് പ്രവർത്തിച്ചിരുന്ന റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. പരമ്പരാഗത ഈറ്റ നെയ്ത്തുകാരുടെ ദുരിതത്തിന് ശമനമില്ല. സംഭവ സമുദായക്കാരുടെ പ്രധാന വരുമാന മാർഗമാണ് ഈറ്റ നെയ്ത്ത്. കുട്ട, മുറം, പനമ്പ്, വട്ടക്കൊട്ട, കോരുകൊട്ട, തൊട്ടി തുടങ്ങിയവയാണ് ഈറ്റ കൊണ്ട് നിർമ്മിക്കുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു.